ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് എന്ന ആവശ്യത്തിൽ ലീഗ് നേതൃത്വം ഉറച്ചു നിൽക്കുന്നതോടെ യുഡിഎഫിനുള്ളിൽ അണിയറ നീക്കങ്ങളും ശക്തമാവുകയാണ്. ലീഗിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും വേണ്ടത്രയത് വിജയിച്ചിട്ടില്ല. നിലവിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന പൊന്നാനി, മലപ്പുറം മണ്ഡലങ്ങൾക്ക് പുറമെ മലബാർ മേഖലയിൽ നിന്നും മറ്റൊരു സീറ്റ് കൂടി വേണമെന്നാണ് ലീഗ് ഉയർത്തുന്ന ആവശ്യം. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട്, കെ സുധാകരൻ മാറി നിൽക്കുന്ന കണ്ണൂർ, കെ മുരളീധരന്റെ വടകര, രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാസർഗോഡ് എന്നീ മണ്ഡലങ്ങളാണ് 3ാം സീറ്റിനായി മുസ്ലിം ലീഗ് പരിഗണിക്കുന്നത്. രാഹുൽ ഗാന്ധി മത്സരിച്ചാലും ഇല്ലെങ്കിലും വയനാട് സീറ്റ് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകയാൽ വയനാട് ലഭിക്കാൻ സാധ്യത വളരെ വിരളമാണ്. സിറ്റിംഗ് സീറ്റായ വടകരയിൽ തന്നെ മത്സരിക്കാനാണ് കെ മുരളീധരനും താൽപര്യം. ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ലെന്ന് കെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. മലബാറിലെ മറ്റൊരു പ്രധാന മണ്ഡലമായ കാസർഗോട്ട് നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ മാറുകയുമില്ല. അതുകൊണ്ട് തന്നെ കണ്ണൂർ സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ലീഗ് നേതൃത്വം ഇപ്പോൾ നടത്തുന്നത്. എന്നാൽ KPCC പ്രസിഡന്റ് ആയതിനാൽ കെ സുധാകരൻ മത്സര രംഗത്തുണ്ടാകില്ല എന്നതിനാൽ കണ്ണൂർ സീറ്റിനായി കോൺഗ്രസിനുള്ളിൽ തന്നെ ചരടുവലികൾ ശക്തമായി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ 3ാം സീറ്റ് എന്ന ആവശ്യത്തിന് UDFിനുള്ളിൽ നിന്നും പിന്തുണ കിട്ടാനുള്ള സാധ്യത വിരളമാണ്. 20ൽ 19 എന്ന കഴിഞ്ഞ തവണത്തെ ഗംഭീര വിജയം ഇക്കുറിയും ആവർത്തിക്കുകയെന്നത് UDF നേരിടുന്ന വലിയ വെല്ലുവിളികളാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നും മത്സരിച്ചതടക്കമുള്ള ഒട്ടേറെ അനുകൂല ഘടകങ്ങൾ കഴിഞ്ഞ തവണയുണ്ടായിരുന്നു. ഇക്കുറി അത്തരം സാധ്യതകൾ വിരളമാണ്. കൂടാതെ ന്യൂനപക്ഷ വോട്ടുകളിൽ നിന്നും ചോർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കോൺഗ്രസ് നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലീഗിനെ പിണക്കുന്നത് ശരിയല്ലെന്ന വികാരമാണ് കോൺഗ്രസ് നേതാക്കൾക്ക് പൊതുവെയുള്ളത്. അതേസമയം ഒരു സീറ്റ് വിട്ടു നൽകിയാൽ കോൺഗ്രസിനുള്ളിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നും നേതൃത്വത്തിന് നന്നായി അറിയാം. മുസ്ലിം ലീഗിൽ ഒരു വിഭാഗം ഇടതുമുന്നണിയുമായി സഹകരിച്ച് മുന്നോട്ടു പോകുന്നതിൽ തെറ്റില്ലെന്ന് കരുതുന്നവരാണ്. ലീഗിനെ LDFന്റെ ഭാഗമാക്കുന്നതിൽ തെറ്റില്ലെന്ന് കരുതുന്നവർ CPMലുമുണ്ട്. അതുകൊണ്ട് തന്നെ 3ാം സീറ്റിന്റെ പേരിൽ ലീഗിനെ പിണക്കുന്നത് ശരിയല്ലെന്നാണ് UDF നേതൃത്വവും കരുതുന്നത്. ഈ അന്തരീക്ഷം അനുകൂലമാണെന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാണ് വിലപേശൽ തന്ത്രങ്ങളുമായി മുസ്ലിം ലീഗ് നേതൃത്വവും രംഗത്തെത്തിയിരിക്കുന്നത്. 3ാമത്തെ സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമെന്നും വിദേശത്തുള്ള സാദിഖ് അലി തങ്ങൾ തിരിച്ചെത്തിയാൽ ഇതും സംബന്ധിച്ച് ഗൗരവ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ലീഗ് നേതാക്കൾ ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും ഒരു സീറ്റ് കൂടി ലഭിക്കാനുള്ള സാധ്യത വിരളമാണെന്നും അവർക്ക് നന്നായി അറിയാം. തീർച്ചയായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിദഗ്ധ കരുനീക്കങ്ങൾ തന്നെയാണ് ലീഗ് നേതാക്കൾ നടത്തുന്നത്. ഇപ്പോൾ ലോക്സഭയിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത നിയമസഭയിൽ കൂടുതൽ സീറ്റുകൾ എന്ന ആവശ്യം നേടിയെടുക്കാൻ ഈ സമ്മർദ്ദം വഴി കഴിയുമെന്നാണ് ലീഗ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. എന്നാൽ UDFുമായി ആ വിധം ഒത്തുതീർപ്പ് ആവശ്യമില്ലെന്നും അർഹതപ്പെട്ട 3ാം സീറ്റ് നേടിയെടുക്കണമെന്നുമുള്ള ആവശ്യവും മുസ്ലിം ലീഗിനുള്ളിൽ ഇതിനോടകം ഉയർന്നിട്ടുണ്ട്.